तो राजा 4 अध्याय उसका 1 आयत को हम पढ़े। അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി, നിന്റെ ദാസൻ യഹോവാഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എന്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. यह इस प्रकार लिखा है, भविष्यवक्ताओं के चेलों की पत्नियों में से एक स्त्री ने एलीशा की दुहाई देकर कहा, तेरा दास मेरा पति मर गया, और तू जानता है कि वह यहोवा का भय मानने वाला था। पर जिसका वह कर्जदार था वह आया है कि मेरे दोनों पुत्रों को अपने दास बनाने के लिए ले जाए। ഇവിടെ പ്രവാചക ശിഷ്യന്മാരിൽ ഒരാളുടേതായ ഭാര്യ ആം, വളരെ തീവ്രമായ ദുഃഖത്തിലായിരിക്കുന്ന ഒരവസ്ഥയിലായി. यहाँ पर हम ये बात को देखते हैं कि भविष्यवक्ताओं के चेलों की एक पत्नी जो है बड़े दुख और दर्द की अवस्था में से होकर चल रही है। ആ ആ പ്രവാചകൻ അകാലത്തിൽ മരണപ്പെട്ടു പോയി. वो जो भविष्यवक्ता जो एलिशा का भविष्यवक्ता था, वो अचानक से वे मृत्यु हो गए। ആ, വലിയ കടഭാരത്തിലായിരിക്കുന്നു ആ കുടുംബം. और ये परिवार जो हैं बड़े दुख और दर्द में से हैं। ആ ആ പ്രവാചകൻ ഓബദ്യാവ് ആകുന്നു എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. और जो है इतिहास लिखने वाले लोग इस प्रकार से कहते हैं कि वो जो भविष्यवक्ता हैं वो ओबद्या था। ആ, അദ്ദേഹം ജീവിച്ചിരുന്നത് ജെസബേലിന്റെ കാലഘട്ടത്തിലായിരുന്നു. और ये ओबद्या नाम जो भविष्यवक्ता है वे इजबेल के समय के काल में वे जीवित रहे थे। ആ, ആ, ഈ ഇസബേലിന്റെ കാലഘട്ടത്തില് അനവധി പ്രവാചകന്മാരെ അവൾ കൊന്നൊടുക്കുകയുണ്ടായി. और इजबेल के समय में इजबेल ने बहुत सारे परमेश्वर के भविष्यवक्ताओं को मार दिए थे। അപ്പോ തന്റെ കീഴിലുള്ളതായ മറ്റ് പ്രവാചകന്മാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും ആ, ഈ പറയുന്നതായ പ്രവാചകൻ, മരണപ്പെട്ട പ്രവാചകൻ വളരെയധികം പണം കടം വാങ്ങിയിരിക്കാം. और अपने साथ जो और भविष्यवक्ताएं थे उनको बचाने के लिए या उनको सुरक्षित रखने के लिए ये जो मरा हुआ जो भविष्यवक्ता है उसने शायद लोगों से कर्ज लिया होगा। അപ്പോ ഈ പ്രതിസന്ധി ഘട്ടത്തില് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഈ സഹോദരി विषमिച്ചിരിക്കുന്നു. और ऐसे मुश्किल घड़ी में ये बहन क्या करना है ये ना जानते हुए ये बहुत मुश्किल अवस्थाओं में पाई जाती हैं। കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ വ്യക്തി മരണപ്പെട്ടു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കുടുംബങ്ങളിൽ ഒരു വലിയ ശൂന്യത ഉണ്ടാകാറുണ്ട്. और स्वाभाविक है कि एक कुटुंब का प्रथम व्यक्ति जो है यदि वो अचानक ऐसे गुजर जाते हैं तो बाकी सारे परिवार के लोगों के ऊपर बहुत भारी बोझ और दबाव पड़ता है। അത് മാത്രമല്ല, ഈ തന്റെ കുഞ്ഞുങ്ങളെ കടക്കാര് വന്ന് അടിമകളായിട്ട് പിടിച്ചുകൊണ്ടുപോകാൻ വേണ്ടി ഭീഷണിപ്പെടുത്തിയിരിക്കുന്ന ഒരു സമയമാണത്. इतना ही नहीं, अब जो हुआ है जो कर्जदार जो कर्ज लिए हुए लोग हैं वे आए हुए हैं ताकि ये जो विधवा है इसके बच्चों को लड़कों को वो लेकर चले जाए। ആകെ ഈ വിധവയ്ക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് ഈ കുഞ്ഞുങ്ങൾ തന്റെ വൈധവ്യ കാലഘട്ടത്തില് തനിക്ക് ഒരു സപ്പോർട്ടായിരിക്കും എന്നാണ്. और ये बहन ये विधवा जो है इनके जीवन में एक ही एक सहारा और आसरा रहा होगा कि अपने मुश्किल समय में और अपने बुढ़ापे के समय में ये बच्चे जो है इनकी सहारा बन जाएंगे। ഇങ്ങനെ ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ അവൾ ആം, പ്രവാചകനെ എലിശ പ്രവാചകനെ ചെന്ന് കാണുവാൻ തീരുമാനിച്ചു. और ऐसे मुश्किल घड़ी में ये जो विधवा है ये एलीशा भविष्यवक्ताओं को एलीशा नाम भविष्यवक्ता को जाकर मिलने के लिए वे निर्णय लेती हैं।
വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി അപ്പത്തിനായി ഇരക്കുന്നത് കണ്ടിട്ടില്ല. ഈ वचനം അത് അത്രേ അവൾക്ക് വളരെയധികം പ്രചോദനം നൽകിയത്. और वचन में हम ये बात को एक भाग में पढ़ते हैं कि जो धर्मी है वे आमीन बिना खाने का और ना बिना रोटी का आमीन यहाँ वहां भटकता रहना वो संभव नहीं होगा। ഈ എലിശാ പ്രവാചകനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു ദൈവ മനുഷ്യനായിരുന്നു, മാൻ ഓഫ് ഗോഡ്. और ये भविष्यवक्ता के विषय में जब ये कहा जा रहा है तो वो वचन यहाँ पे लिखता है वो परमेश्वर का एक जन कहा जाता है। സാധാരണ നമ്മളെ ദൈവ മനുഷ്യന്മാരെ മെൻ ഓഫ് ഗോഡ് എന്ന് പറയുന്നത് വളരെയധികം സ്റ്റേജുകളിൽ പ്രസംഗിക്കുകയും കയ്യടി നേടുകയും ചെയ്യുന്നതായ വ്യക്തികളെ कुछ അത്രേ. साधारण रीति से परमेश्वर का जन कर कर जब हम सुनते हैं तो बड़े बड़े मंच में या बड़े बड़े प्रचार करने वाले लोगों के बीच में आए हुए लोगों के बारे में ऐसे विवरणों को हम देखते हैं। എന്നാൽ ഇത് വാസ്തവമായിട്ടും എലിശാ പ്രവാചകൻ ഒരു ദൈവ മനുഷ്യൻ തന്നെയായിരുന്നു എന്ന് പറയുവാൻ കാരണം അദ്ദേഹം പ്രസംഗിക്കുകയും പ്രവചനം പറയുകയും മാത്രമല്ല, ഇതുപോലുള്ള ദുരിതത്തിലിരിക്കുന്നതായ മുറിവേറ്റതായ വ്യക്തികൾക്ക് ആശ്വാസം പകരുകയും ചെയ്യുന്നത് അതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകത. एलिशा आमीन ऐसा परमेश्वर का जन है ऐसे कहे जाने का कारण यूं ही नहीं है या ऐसे ही उसके बारे में बोला नहीं जाता है, परंतु वो अक्सर ऐसे कार्यों को किया करते थे जो लोगों को उनके जीवन से आश्वासन प्रदान होती थी। 2 ദിനവൃത്താന്തം 19-7 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. दो इतिहास उसका 19 अध्याय उसके 7 वचन में इस प्रकार से वहां पढ़े जाते हैं। ആകയാൽ യഹോവാഭയം നിങ്ങളിൽ ഇരിക്കട്ടെ, സൂക്ഷിച്ച് പ്രവർത്തിച്ചുകൊള്ളുവിൻ. നമ്മുടെ ദൈവമായ യഹോവയുടെ പക്കൽ അന്യായവും മുഖപക്ഷവും കൈക്കൂലി വാങ്ങുന്നതും ഇല്ലല്ലോ. अब यहोवा का भय तुम में बना रहे, चौकसी से काम करना, क्योंकि हमारा परमेश्वर यहोवा में कुछ भी कुटिलता नहीं है और ना वह किसी का पक्ष करता और ना घूस लेता है। യഹോശാഫാത്ത് എന്ന് പറയുന്ന രാജാവ് ഭരണ സൗകര്യത്തിന് വേണ്ടി നിരവധി ന്യായാധിപന്മാരെ നിയമിച്ചു. और यहाँ हम देखते हैं यहोशाफात नाम का राजा जो है अपने अमीन शासन का विस्तार करने के लिए बहुत सारे अमीन अपने सेवकों को वहां पर वो खड़ा करता है। ഈ ന്യായാധിപന്മാരോട് അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ യഹോവാഭയം നിങ്ങളിൽ ഉണ്ടായിരിക്കണം. और ये जो न्याय पालन करने के लिए जो लोगों को नियुक्त किया गया था उनसे यहोशाफात कहता है कि तुम्हारे अंदर यहोवा का भय होना जरूरी है। നിർഭാഗ്യവശാല് അനവധി എന്താണ് സോക്കോൾഡ് ദൈവ ഭക്തന്മാർ അല്ലെങ്കിൽ ദൈവദാസന്മാര് പ്രചാരകർ എന്നൊക്കെ പറയുന്നവരിൽ പലരിലും ഒരു ദൈവഭയം നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. और दुर्भाग्यवश आज ऐसे बहुत सारे जो परमेश्वर का भक्त हैं या प्रभु का जन है कहलाने वाले महान लोगों के जीवन में परमेश्वर का भय दिखाई नहीं देता है। അപ്പോ ദൈവദാസന്മാർക്ക് എത്രമാത്രം അവരുടെ ശുശ്രൂഷയില് വലിയ ഉയർച്ച ഉണ്ടായാലും എപ്പോഴും അവർ ദൈവഭയത്തോടു കൂടിയായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. हमेशा याद रखना है कि परमेश्वर के लोगों के जीवन में कितने भी बड़ी आशीष और उन्नति क्यों ना वे पाए, हमेशा उनके अंदर परमेश्वर का भय होना जरूरी है। ഇവിടെ ഈ പ്രവാചകൻ എലീശ പ്രവാചകൻ അങ്ങനെയുള്ളതായ ഒരു മനുഷ്യനായിരുന്നു. और यहाँ हम एलीशा के बारे में देखते हैं कि एलीशा ऐसे परमेश्वर का भय रखने वालों में से एक व्यक्ति रहा है। ഈ മരിച്ചുപോയതായ പ്രവാചകനെ കുറിച്ച് പറയുമ്പോഴും അദ്ദേഹം ദൈവ ഭയത്തോടുകൂടി ആ ദൈവത്തെ സേവിച്ചതായ ഒരു വ്യക്തിയായിരുന്നു. और मरा हुआ ये भविष्यवक्ता के बारे में भी यहाँ पर वर्णन किया जाता है कि वो यहोवा का भय मानने वालों में से था। ഇവിടെ അദ്ദേഹം മരിച്ചുപോയി. തുടർന്ന് തൻ്റെ 2 കുഞ്ഞുങ്ങളെയും കടം വാങ്ങിയ ആളുകള് അവരെ പിടിച്ചുകൊണ്ടുപോകാൻ, അടിമകളായിട്ട് പിടിച്ചുകൊണ്ടുപോകാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ്. और यहाँ क्या होता है कि एलीशा का जो सेवक जो भविष्यवक्ता था वो उनका मृत्यु हो जाता है और
आमीन कर्ज दिए हुए लोगों ने उनके बेटों को अपने आमीन साथ ले जाने के लिए वे वहां पर आए हुए हैं। ആ, ഉം, ലേവ്യാപുസ്തകം 25-ാം അധ്യായം 39-40. लेवी व्यवस्था का पुस्तक 20 अध्याय उसके 29 और 40 वचन को हम देखेंगे। അവിടെ എഴുതിയിരിക്കുന്നത്, നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്ന് തന്നെത്താൻ നിനക്ക് വിറ്റാൽ അവനെ കൊണ്ട് അടിമ വേല ചെയ്യിക്കരുത്. കൂലിക്കാരനെന്ന പോലെയും വന്നു പാർക്കുന്നവനെന്ന പോലെയും അവൻ നിന്റെ അടുക്കൽ ഇരുന്ന് യോവേൽ സംവത്സരം വരെ നിന്നെ സേവിക്കണം. और बस वचन ഒന്ന് പറയാം. 39-40. 20 ലേവ്യ പുസ്തകം 25-ാം അധ്യായം 39-40. लेवी व्यवस्था 25 अध्याय उसके 29 और 40 वचन यहाँ पर इस प्रकार लिखा है। फिर यदि तेरा कोई भाई बंधु तेरे सामने कंगाल होकर अपने आप को तेरे हाथ बेच डाले, तो उससे दास के समान सेवा न करवाना, और वह तेरा संग मजदूर या यात्री के समान रहे। ഒരുത്തൻ ദരിദ്രനായി തീർന്നാൽ അവനെ കൊണ്ട് അടിമ വേല ചെയ്യിക്കരുതെന്ന് വളരെ വ്യക്തമായിട്ട് ആ, ദൈവ മോശ ജനത്തിന് കൽപ്പന കൊടുത്തിട്ടുണ്ട്. और यहाँ पर बड़ा स्पष्ट रीति से मूसा ने लोगों को वहां आमीन आज्ञा दे रखा है कि एक भाई बंधु आमीन किसी भी प्रकार से कंगाल हो जाता है तो उसी से कोई भी प्रकार का गुलामी का कार्य ना करवाएं। ഇവിടെ കടം കൊടുക്കുന്നതായ വ്യക്തികൾ, കടപ്പെട്ടിരിക്കുന്നതായ വ്യക്തികളോട് ആ, ഈ മോശ പറഞ്ഞ പോലുള്ളതായ ഒരു സമീപനമല്ല, കർശനമായ നിലപാടത്രേ അവരെടുത്തത്. और यहाँ जो लोगों ने कर्ज दिया हुआ था वो आमीन अब जिस प्रकार से मूसा ने कहा है वैसा एक आमीन कार्य नहीं हो रहा, परंतु वे बहुत सख्त आमीन कार्यों को वहां पर दिखा रहे हैं। ഈ പ്രത്യേക സന്ദർഭത്തിൽ തനിക്ക് ന്യായം കിട്ടുന്നതിന് വേണ്ടിയും ആ, താൻ പ്രവാചകൻ എലീശാ പ്രവാചകനെ സന്ദർശിക്കുന്നു. എലീശാ പ്രവാചകൻ എന്ന് പറയുന്നത് ഈ പ്രത്യേക സാഹചര്യത്തിൽ ദൈവത്തിന്റെ പ്രതിനിധിയായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. और यहाँ हम ये विशेष परिस्थिति में ये जो विधवा स्त्री है वो एलीशा के पास आती हैं और एलीशा उसको आमीन वहां पर मदद करते हुए हमें दिखाई देता है। അപ്പോ നമുക്ക് ന്യായം കിട്ടാതെ വരുന്നതായ ഇത്തരം സന്ദർഭങ്ങളിൽ നാം എന്താണ് ചെയ്യേണ്ടത്? നാം കർത്താവിങ്കലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തുകയത്രേ വേണ്ടത്. हमें भी जब हमारे जीवन में हमें जब न्याय प्राप्त नहीं हो रहा है तो हम क्या करना चाहिए? हमें प्रभु के पास जाना है जो हमें न्याय दिलाने वाला है। ആ, ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം അവര് ആ, ദൈവത്തെ കുറ്റപ്പെടുത്തുവാൻ തയ്യാറായില്ല. എന്തുകൊണ്ട്? ദുഷ്ടന്മാരായ എത്രയോ ആം, വ്യക്തികളുണ്ട്. അവരെ ആരെയെങ്കിലും ആം, ദൈവത്തിന് കൊന്നുകൂടായിരുന്നോ, അല്ലെങ്കിൽ നശിപ്പിച്ചുകൂടായിരുന്നോ? എനിക്ക് തന്നെ ഈ കുടുംബത്തിൽ ഇത്രയും കഷ്ടമുണ്ടാകേണ്ടി വന്നല്ലോ എന്ന് അവൾ പരിഭവിച്ചില്ല. और यहाँ पर ये विधवा स्त्री जो है वो परमेश्वर से नाराज होकर परमेश्वर को वो दोष नहीं लगाती हैं। वो इस प्रकार से नहीं कहती है कि क्या इस दुनिया में या क्या इस आसपास में इससे भी दुष्ट लोग नहीं रहे थे क्या? आमीन मेरे ऐसे पत्नी को क्यों मेरे पति को क्यों परमेश्वर ने बुला लिया? आमीन ऐसे कार्य क्यों मेरे साथ प्रभु ने किया, परमेश्वर ने किया है? इत्यादि शिकायतों को वो नहीं लगाती हैं। തൻ്റെ തീവ്ര ദുഃഖത്തിന്റെ മധ്യേ അവൾ അല്പം പോലും വെറുപ്പോടുകൂടിയോ കയ്പോടുകൂടിയോ പരിഭവത്തോടു കൂടിയോ അവൾ സംസാരിച്ചില്ല. और अपने तीव्र दुख के मध्य में भी वो थोड़ा भी आमीन कड़वाहट के साथ या थोड़ा भी आमीन दुख के साथ किसी भी प्रकार से वो अपनी बोली को नहीं बोलती हैं। തനിക്ക് സഹായം ലഭിക്കുന്നതിന് വേണ്ടി, നല്ല ആലോചന ലഭിക്കുന്നതിന് വേണ്ടിയും ഒരു ദേവദാസൻ ഉണ്ടായിരുന്നു. അവന്റെ പേരത്രേ എലീശാ പ്രവാചകൻ. और उसी को सहायता देने के लिए और उसी को अच्छा सलाह देने के लिए वहां पर एक परमेश्वर का जन उपलब्ध था, वो ही है एलीशा नाम का भविष्यवक्ता। ആ ഈ സ്ത്രീയും ആ, ആ, ദരിദ്രയും വിധേയമായ ഈ സ്ത്രീ തന്റെ അടുക്കൽ വന്നപ്പോൾ അദ്ദേഹം അവളെ അവഗണിച്ചില്ല.
और यहाँ हम देखते हैं कि ये जो दरिद्र और विधवा अवस्था में रहा हुआ ये स्त्री जब एलीशा के पास आता है तो एलीशा ने उसको अनदेखा नहीं किया। നാം ദൈവിക ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ളതായ വ്യക്തികൾ നമ്മെ സമീപിക്കുമ്പോൾ അവരെ ശുശ്രൂഷിക്കുവാൻ, അവരെ ആശ്വസിപ്പിക്കുവാൻ, സമാധാനിപ്പിക്കുവാൻ കഴിയുന്നത് വളരെ നല്ല ഒരു പദവിയാണ്. അത് മനോഹരമായ ഒരു ശുശ്രൂഷയത്രേ. और हम भी जब परमेश्वर की सेवकाई में हम कार्यरत है, हमें भी ये बात को याद रखना है कि इस प्रकार से लोग जब हमारे पास आते हैं जो जरूरतमंद के हैं, हमें उनकी सेवा करने के लिए, उनकी देखभाल करने के लिए जो अवसर मिलता है वो बहुमूल्य समझना है और इस प्रकार से प्रभु का नाम ऊंचा उठाना है। ഈ ദരിദ്രയായ വിധവയായ സ്ത്രീയുടെ പ്രശ്നം എന്ന് പറയുന്നത് അവർ വാങ്ങിയതായ പണം തിരിച്ചു കൊടുക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. और यहाँ ये विधवा स्त्री का सामने बड़ा एक संकट यह है कि उसके पति ने जो कर्ज लोगों से मांग रखे थे वे उन्हें चुका नहीं पा रही हैं। എന്നാൽ പ്രവാചകൻ അവളോട് പറഞ്ഞത്, നീ ഇനിയും പിന്നെ കുറെ പാത്രങ്ങളെല്ലാം സമീപവാസികളിൽ നിന്നും കുറെ പാത്രങ്ങളൊക്കെ കടം വാങ്ങുവാൻ പറഞ്ഞു. और तब आमीन भविष्यवक्ता ने उनसे यह सलाह दिया कि तुम एक कार्य करे, तुम आसपास के लोगों से सारे खाली बर्तनों को इकट्ठा कर ले। താൻ വളരെയധികം കടഭാരത്തിലായിരിക്കുന്നു എന്നുള്ളത് നാട്ടുകാർക്കെല്ലാം അറിയാം. और ये बात को आमीन आसपास के लोग भी जान जाते हैं कि ये बहुत बड़े कर्ज में डूबे हुए हैं। ഈ സ്ത്രീ വന്ന് പാത്രങ്ങൾ ചോദിക്കുന്നത് അത് എന്തിനാണെന്ന് അവരൊക്കെ സംശയത്തോടു കൂടി മാത്രമേ നോക്കുകയുള്ളൂ. और ये स्त्री आकर आमीन बर्तन पूछ रही है तो किस कारण के लिए है, ये सब आसपास के लोग बड़े संदेहजनक उनसे व्यवहार करेंगे। താൻ വീണ്ടും പ്രവാചകൻ പറഞ്ഞതുപോലെ പാത്രങ്ങൾ വാങ്ങുവാൻ ചെല്ലുമ്പോൾ അവരെല്ലാം വളരെ ദയനീയമായിട്ടായിരിക്കും, സംശയത്തോടു കൂടിയായിരിക്കും ഈ സ്ത്രീയെ നോക്കുന്നത്. और भविष्यवक्ता के कहने से जब ये स्त्री आसपास में जब बर्तनों को लेने जाते हैं तो आसपास के लोग बड़े दयनीय अवस्था में, बड़े आमीन आमीन ऐसे परिस्थिति में उन्हें उनकी परिस्थिति को देख रहा होगा। ചിലർ ഒരു പക്ഷേ അവളുടേതായ ആവശ്യം നിരസിച്ചേക്കാം, അല്ലെങ്കിൽ അവളെ ചോദ്യം ചെയ്തേക്കാം. हो सकता है कि कई लोग जो हैं उनकी आवश्यकता के प्रति उन्हें आमीन तिरस्कार कर दे, या आमीन कई लोग उनके इस मांग के सामने सवाल भी उठाए। ഏതായാലും ദൈവദാസൻ പറഞ്ഞത് അനുസരിക്കുവാൻ തന്നെ അവൾ തയ്യാറായി. ചുറ്റുപാടുമെല്ലാം തന്റെ മക്കളെ പറഞ്ഞയച്ച് അവിടെ നിന്നെല്ലാം പാത്രങ്ങൾ കളക്ട് ചെയ്തു. लेकिन जो परमेश्वर के दास ने उनसे कहा वो सुनने के लिए वे तैयार हो गई और अपने बच्चों को आसपास के घरों में बेचकर वो बर्तन इकट्ठे करने लगी। നമ്മുടെയും ജീവിതങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ സുവിശേഷ വേലയിലായിരിക്കുന്നതായ പല ദൈവദാസന്മാർക്കും കുടുംബത്തിൽ നിന്നും അനുകൂലമായിട്ടുള്ളതായ ഒരു സപ്പോർട്ട് ഇല്ലാതെ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. हम भी हमारे आस पास में जब हम देखते हैं तो सुसमाचार सेवा के लिए निकले हुए कई परमेश्वर के दासगण जो हैं अपने परिवार और कुटुंब से एक अनुकूल स्थिति में ना अनुभव करते हुए वे अपने इस सेवकाई को बढ़ाते रहते हैं। എനിക്ക് ഒരു സ്നേഹിതനുണ്ട്. അദ്ദേഹം ഓർത്തഡോക്സ് സഭാ വിഭാഗത്തിൽപ്പെട്ടതായ കുടുംബത്തിൽപ്പെട്ട ആളാണ്. और परमेश्वर के दास का एक मित्र है, वे अमीन नामदारी कलीसिया में अमीन भाग रखने वाला एक व्यक्ति हैं। വാസ്തവത്തിലുള്ള സത്യത്തിൽ ആത്മാവുള്ളതായ ആരാധനയെക്കുറിച്ച് താൻ അനുഭവിച്ചറിയുകയും ആ ആരാധനയിൽ താൻ തുടരുന്നത് തന്റെ വീട്ടുകാർക്ക് തീരെ ഇഷ്ടമില്ല. और सच्चा आराधना प्रार्थना को वे अनुभव कर कर उसी में उन्होंने अपना जीवन को आमीन जारी रखने के लिए जब उन्होंने तैयार हुआ तो उनका परिवार और कुटुंब के लोग इसको पसंद नहीं कर रहे थे। തന്റെ ഭാര്യയും മക്കളും എല്ലാം തന്നെ ഒരു വളരെ അവജ്ഞയോടുകൂടി അത്രേ നോക്കുന്നത്. और उसके पश्चात उनकी पत्नी और उनके बच्चे जो हैं उन्हें बड़े तुच्छ रीति से उनको देखा करता था। അതുകൊണ്ട് അദ്ദേഹം മറ്റൊരു വീടെടുത്ത് ദൂരസ്ഥലത്ത് താമസിക്കുകയും ആരാധനയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. तो इस कारणवश उस व्यक्ति ने एक दूसरा कमरा थोड़े दूर में आमीन खरीद कर वहां पर रहकर वे अपने प्रार्थना आराधना सभाओं में जा रहे थे।
നമ്മൾ ചെയ്യുന്നതായ പല പ്രവൃത്തികളും പിന്നെ എല്ലാവരെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് അംഗീകരിപ്പിച്ചുകൊണ്ട് നമുക്കൊരു വിശുദ്ധ ജീവിത ആരാധന അല്ലെങ്കിൽ സത്യമായിട്ട് ദൈവത്തെ സേവിക്കുവാൻ കഴിഞ്ഞു എന്ന് वरिകയില്ല. हो सकता है कि हम करने वाले सारे कार्य जो हैं, अमीन वे अमीन हमारे आसपास के लोगों को सब अमीन बोध दिलाकर उनकी अमीन अनुमति लेकर सब कुछ हमें करना शायद संभव नहीं होगा। ഇവിടെ പ്രവാചകനിലൂടെ ദൈവം പറഞ്ഞതായ കാര്യം ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ചെയ്തേ മതിയാവുകയുള്ളൂ. यहाँ पर भविष्यवक्ता के द्वारा बोला हुआ ये जो कार्य हैं, ये स्त्री के संबंधित उसे ये कार्यों को करना ही जरूरी है। കർത്താവ് നമ്മെ ഉപദേശിച്ചത് നാം എല്ലാവരോടും 70 വട്ടം ക്ഷമിക്കണമെന്ന്. और यीशु मसीह भी हमें ये बात का उपदेश देता है कि हम सभी लोगों से 60-70 गुना हमें क्षमा करना है ऐसे। ചിലപ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ ഒരു ചോദ്യമുണ്ടാകും, അർഹതയില്ലാത്ത ഈ ആളുകളോട് എന്തിന് ക്ഷമിക്കണമെന്ന്. और कई बार हो सकता है कि हमारे अंदर इस प्रकार का सवाल उठता है कि कोई योग्यता न रखने वाले इस व्यक्ति से मैं क्यों क्षमा करना है। നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം പറഞ്ഞതുപോലെ അത് ക്ഷമിക്കുക മാത്രം ചെയ്യുക. हमारे जीवन से परमेश्वर यही अमीन इच्छा करता है कि जिस प्रकार परमेश्वर ने हमसे कहा है हम लोगों को क्षमा करना है। ചിലർ ചോദിക്കുന്നുണ്ടായിരിക്കും, ഈ ഗോഡ്സ് മിഷന്റേതായ പ്രഭാതത്തിലുള്ളതായ മീറ്റിങ്ങുകളിൽ എല്ലാ ദിവസവും എന്തിനാ സംബന്ധിക്കുന്നത്? कई लोग ऐसे पूछते होंगे कि इस गॉड्स मिशन की सवेरे की प्रार्थना सभा में हर दिन जरूरी हर दिन शामिल होना जरूरी क्यों है। ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്, ദൈവം നമുക്ക് ബോധ്യം തരുന്നതനുസരിച്ച് നാം നിശ്ചയമായിട്ടും പ്രവർത്തിക്കണം. और मैं कहूंगा कि प्रभु जैसे हमसे कहता है और प्रभु जैसा आग्रह करता है वैसे हमें निश्चय हमारे जीवन में कार्य करना है। ഈ സ്ത്രീയോട് പറഞ്ഞത് അയൽവക്കങ്ങളിലൊക്കെ പോയി കിട്ടാവുന്ന അത്രയും പാത്രങ്ങൾ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. स्त्री से भविष्यवक्ता ने इस प्रकार से कहा कि अपने आसपास के लोगों के घर जाकर जितना बर्तन इकट्ठा कर सकते हैं उतनी बर्तनों को इकट्ठा करना है। പ്രവാചകൻ നമ്മളോട് ചോദിച്ചു, നിന്റെ വീട്ടിൽ എന്ത് ഉണ്ട് എന്ന്. അവൾ പറഞ്ഞത് ഒരു ഫ്ലാസ്കിൽ കുറച്ച് എണ്ണ മാത്രമാണ് ഉള്ളത്. भविष्यवक्ता उनसे ये बात का अमीन सवाल करता है कि तेरे घर में क्या क्या बाकी है या शेष है। वो कहती है एक कुप्पी तेल के अलावा कुछ और नहीं बाकी है। പ്രവാചകൻ പറഞ്ഞു, ആ പാത്രങ്ങളും എടുത്തുകൊണ്ട് തന്റെ മുറിക്കുള്ളിൽ പ്രവേശിച്ച് കഥ കടയ്ക്കുവാൻ പറഞ്ഞു. और भविष्यवक्ता स्त्री से कहता है कि उन बर्तनों को ले जाकर अपने कमरे में प्रवेश करके आमीन कमरा बंद करना है। അവിടെ തന്റെ കയ്യിലുള്ളതായ പാത്രത്തിലുള്ളതായ എണ്ണ ഓരോ പാത്രങ്ങളിലായി ഒഴിക്കുവാൻ ആവശ്യപ്പെട്ടു. उन्होंने ये कहा कि उनके हाथ में जो बर्तन है उनमें से एक एक हमें बर्तन में जो उनके हाथ में जो तेल है वो तेल एक एक बर्तनों में उंडेलना वो शुरू कर दे। അവിടെ അത് അങ്ങനെ അടഞ്ഞ മുറിയിലാകുമ്പോൾ അതിനകത്ത് തൻ്റെ മക്കളും താനും മാത്രമാണുള്ളത്. അവിടെ നടക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ അയൽവാസികൾ വന്ന് എത്തി നോക്കി പിന്നെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകേണ്ട ആവശ്യമില്ല. और जब वे अपने बच्चों के साथ जो बंद कमरे में बैठी हैं तो वहां पर वो क्या काम कर रही हैं, क्या कार्य कर रही है, ये आसपास के लोगों को आकर देखकर उन्हें तंग करने का कोई एक अवसर ना होने पाए। അവളുടെ കുഞ്ഞുങ്ങളുടെ ജോലി ഈ നിറയുന്ന പാത്രങ്ങൾ എടുത്ത് മാറ്റി വെക്കുക എന്നുള്ളതാണ്. वहां उनके बच्चों का कार्य इतना ही था कि जैसे जैसे बर्तन भरते जाते हैं वैसे वे उन्हें हटाते जाएं। കിട്ടാവുന്ന എല്ലാ പാത്രങ്ങളും നാട്ടുകാരിൽ നിന്നും കുഞ്ഞുങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു. और जितना संभव है उतना सारा बर्तनों को आसपास के लोगों के हाथों से इन बच्चों ने इकट्ठा कर चुका है। ഇവിടെ പാത്രങ്ങളെല്ലാം നിറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇനി പാത്രങ്ങളില്ല, ആ ഒരവസ്ഥയിൽ വന്നു. और यहाँ अब क्या हुआ कि सारे बर्तन जो उन्होंने इकट्ठे किए थे वे सारे भर गए हैं और अब भरने के लिए बर्तन नहीं रहा।
എണ്ണയുടെ ഒഴുക്ക് നിന്നു പോയിട്ടില്ല. എന്നാൽ പാത്രങ്ങളുടെ എണ്ണം കുറവായതുകൊണ്ട് അവിടെ വെച്ച് ഈ എണ്ണയുടെ വർധനവ് നിന്നു. और यहाँ तेल की आना बंद नहीं हुआ, परंतु बर्तनों की कमी होने के कारण तेल का जो बहाव है वो रुक जाता है। നാം ഉൾമുറിയിലിരുന്ന് ഏകാഗ്രതയോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ പകർന്നു തരും. और इसी प्रकार से हम भी अपने घर में कमरे में जब एकाग्रता के साथ प्रार्थना करेंगे तो इसी प्रकार से जैसे इन बर्तनों में तेल भरा गया था, वैसे परमेश्वर हमारे जीवन में अपने अनुग्रह और सामर्थ्य से हमें भरते जाएंगे। നാം ഏകാഗ്രതയോടുകൂടി നമ്മുടെ മുറിക്കകത്തിരുന്നു കൊണ്ട് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്നത് കാണുവാൻ പിതാവായ ദൈവത്തിന് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. हम बड़े एकाग्रता के साथ वो परमेश्वर का खोज करते रहना, आमीन, और उसी में हमें लगे रहना, वो पिता परमेश्वर को बहुत पसंद आता है और उन्हें भाता भी है। നിരന്തരം പ്രാർത്ഥിക്കുന്നതായ വ്യക്തിക്ക് അധികം ആകാംക്ഷ ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ ഉത്കണ്ഠകൾ ഉണ്ടാകത്തില്ല. और निरंतर प्रार्थना करने वाला एक व्यक्ति के अंदर बहुत बड़ा एक आमीन एक प्रकार का आमीन एक सोच नहीं रहेगा, और उस प्रकार से किसी भी विषय का कोई आमीन चिंता नहीं रहेगी। പ്രവാചകൻ പറഞ്ഞു, ഈ എണ്ണ കൊണ്ടുപോയി വിറ്റ് ആ, തന്റെ കടം വീട്ടുവാനും പിന്നെ ഉപജീവന നടത്തുവാനും आവശ്യപ്പെട്ടു. और भविष्यवक्ता के पास जाकर वो कहती हैं कि अब बर्तने रह नहीं गए, खत्म हो गए हैं। तो आमीन, वो भविष्यवक्ता उनसे कहता है कि जो तेल तुमने इकट्ठे किए हैं वो ले जाकर बाजार में बेच देना और उसी से अपना कर्ज को चुका लेना। അങ്ങനെ ഒരു വലിയ അത്ഭുതം എലീശാ പ്രവാചകൻ ചെയ്ത് ഈ ദുരവസ്ഥയിലായ തീവ്ര ദുഃഖത്തിലായിരുന്നതായ ആ പ്രവാചക ശിഷ്യന്റെ വിധവയെ സഹായിച്ചു. और इस प्रकार से एलीशा जो भविष्यवक्ता है एक बड़ा अद्भुत कार्यों को वहां पर करता है, और बड़े संकट में पड़े हुए वो विधवा के कर्ज को वो चुकाने में मदद कराता है। നമ്മുടെയും ജീവിതത്തിലെ നിരവധിയായിട്ടുള്ളതായ അത് അനുഗ്രഹങ്ങൾ നാം ദൈവത്തിൽ നിന്നും പ്രാപിച്ചിട്ടുണ്ട്. और हमने भी अपने जीवन में बहुत सारे आशीषों को अपने जीवन में हमने प्राप्त कर रखे हैं। 10 കുഷ്ഠരോഗികൾ സൗഖ്യമായി എങ്കിൽ തന്നെയും ഒരുത്തൻ മാത്രമാണ് നന്ദി പറയുവാൻ തക്കവണ്ണം യേശുവിന്റെ അടുക്കലേക്ക് വന്നത്. यीशु मसीह ने 10 आमीन कोढ़ के रोगियों को चंगाई किया था, परंतु उनमें से केवल एक लौट कर आए कि वो यीशु मसीह को आकर धन्यवाद करें। നാം ഓരോരുത്തരും നമ്മെ ഓരോരുത്തരെയും തന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നു. और प्रभु परमेश्वर ये चाहता है कि हम में से एक एक लोगों को अपने पवित्र आत्मा का सामर्थ्य से भरने दे। നമ്മുടെ ജീവിതത്തിന്റെ ചില മേഖലകളിലെങ്കിലും നാം പൂർണ്ണമായിട്ട് സമർപ്പണം ചെയ്യാത്തത് കൊണ്ട് പരിശുദ്ധാത്മാവിനെ സമ്പൂർണമായിട്ട് നമ്മെ കൺട്രോൾ ചെയ്യുവാൻ, നമ്മെ നിറയ്ക്കുവാൻ കഴിയുന്നില്ല. और हमारे जीवन के कई ऐसे क्षेत्र हैं जहां पर हम अपने आप को समर्पण नहीं कर पा रहे हैं, इसलिए पवित्र आत्मा पूर्ण रीति से हमारे जीवन को नियंत्रण भी नहीं कर पाते हैं, और हमें पूर्ण रीति से वो भरपूरी की अवस्था में भी वो भर नहीं पा रहे हैं। സങ്കീർത്തന പുസ്തകങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു, എന്റെ ഉറവുകളെല്ലാം നിന്നിലല്ലോ എന്ന്. और भजन संहिताओं में हम इस प्रकार से पढ़ते हैं कि मेरा सारा स्रोत तुझ पर निर्भर है। പ്രിയരെ, നമ്മുടെ ജീവിതത്തിലെ സകലവിധമായ അത് അനുഗ്രഹങ്ങളുടെയും ഉറവ എന്ന് പറയുന്നത് കർത്താവായ യേശു അത്രേ. हमारे जीवन में भी हमारे जीवन के सारे आशीषों का जो स्रोत है वो यीशु मसीह की ओर है। ഇവിടെ ഈ സ്ത്രീയെ കുറിച്ച് പറഞ്ഞത് അവൾ പരമദരിദ്രയായിരുന്നു എന്നാണ്. यहाँ इस स्त्री के बारे में कहा जाता है कि वो बहुत कंगाली की अवस्था में थी। എന്നാൽ വാസ്തവമായിട്ട് ഒരു പോവർട്ടി മെന്റാലിറ്റി അവൾക്കില്ലായിരുന്നു. लेकिन वास्तविक रीति से हम देखा जाए तो उनके अंदर एक कंगालपन का एक सोच विचार को वो नहीं रखती थी। അവളുടെ കൈവശം ആവശ്യത്തിന് പണമില്ലായിരുന്നു എന്നുള്ളത് സത്യമാണ്. उसके पास आवश्यकता अनुसार आमीन जो है धन या रकम नहीं था, ये तो सच बात है। എന്നാൽ അവൾക്ക് ദൈവത്തിൽ പ്രത്യാശയുണ്ടായിരുന്നു.
परंतु उन्हें परमेश्वर के ऊपर एक बड़ी आशा वो रखी हुई थी। ആ, ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഭൗതികമായ പല കാര്യങ്ങളും ഇല്ല എങ്കിലും നമുക്ക് ദൈവത്തിൽ പ്രത്യാശയുണ്ട്. ദൈവത്തിന് ഒന്നും അസാധ്യമായിട്ടില്ല, ആ, അസാധ്യമായിട്ടില്ല എന്നുള്ള പൂർണ്ണമായ ബോധ്യമുള്ളവരത്രേ ദൈവമക്കൾ. परमेश्वर के लोगों के संबंध भी ये बात को हम अनुभव करते हैं कि हमारे पास हो सकता है और बहुत ज्यादा धन संपत्ति नहीं होगा, परंतु हमें परमेश्वर और प्रभु के कार्यों में बहुत ज्यादा हमें विश्वास है और प्रभु के कार्यों में हम निर्भर भी रहते हैं। നമുക്ക് കർത്താവുമായിട്ട് ബന്ധമുണ്ട് എങ്കിൽ ലോകത്തിൽ ഒന്നുമില്ല എങ്കിലും നാം സമ്പന്നരത്രേ. हम यदि यीशु मसीह के साथ तो संबंध रखते हैं तो हो सकता है कि हमारे पास ज्यादा कुछ इस दुनिया का नहीं होगा, परंतु हम प्रभु में धनी माना जाता है। നാം ഇങ്ങനെ മലയാളത്തിലൊരു പാട്ട് പാടല്ലോ, അനുഗ്രഹത്തിന്റെ അധിപതിയെ എന്നുള്ള പാട്ട്. നമ്മുടെ और അനുഗ്രഹങ്ങളുടെ എല്ലാ അധിപതി കർത്താവാണ്. मलयालम में इस प्रकार का एक गीत गाया जाता है कि सारे अनुग्रह का दाता तू ही है प्रभु। പണമില്ലാത്തത് കൊണ്ട് നിങ്ങൾ ദരിദ്രനല്ല, മറിച്ച് ആ, ദൈവത്തിൽ പ്രത്യാശയില്ല എങ്കിൽ നിങ്ങൾ ഏറ്റവും ആ, എന്താണ് ദരിദ്രനായ വ്യക്തിയാണ്. आपके पास धन नहीं है इसके कारण से आप दरिद्र नहीं बन जाते हैं, परंतु यदि आप प्रभु में आशा और विश्वास नहीं करते हैं तो आप दरिद्र बन जाएंगे। ആ, ഒരു വിശ്വാസിക്ക് ആവശ്യമായിരിക്കുന്നത് ദൈവത്തിലുള്ളതായ ആശ്രയം. एक विश्वासी के जीवन में हमेशा याद रखना है, उसमें प्रभु में अपना भरोसा टिका रहना है, निर्भर रहना है। ആ, ഈ പ്രവാചക ശിഷ്യന്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ദുരിതത്തിലായിരുന്നു, തീവ്രമായ ദുഃഖത്തിലായിരുന്നു. എങ്കിലും അവൾക്ക് ചാരുവാൻ തക്കവണ്ണം, ആശ്രയിക്കുവാൻ തക്കവണ്ണം ഒരു ദൈവമുണ്ടായിരുന്നു. यहाँ इस भविष्यवक्ता की चेले की पत्नी जो है, ये बहुत बड़े तीव्र दुख और दरिद्रता की अवस्था में रही थी, परंतु वो परमेश्वर में अपना जीवन और भरोसा वो करती थी। ദൈവവചനത്തിൽ നമുക്ക് വിശ്വസിച്ചുകൊണ്ട് ഇരിക്കുവാൻ കഴിയുകയാണെങ്കിൽ നമ്മുടെ അവസ്ഥകൾ ദൈവം മാറ്റിത്തരും. प्रभु का वचन में हम विश्वास करते, हमें बने रहने में हमें यदि हमसे संभव हो रहा है तो हमारी परिस्थितियों को परमेश्वर बदल सकता है। ഇത്തരത്തിലുള്ളതായ ജീവിതാനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം ഒന്നുകൂടി നമ്മെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്ത്തുവാനും സമർപ്പിക്കുവാനും ഇടയാകുകയും അത് ദൈവത്തിന് നമ്മുടെ മേൽ അനുഗ്രഹം പകരുന്നതിനും ഉള്ള അവസരമായിട്ട് ദൈവം ഉപയോഗിക്കും. इस प्रकार से यदि हमारे जीवन में परमेश्वर के कार्यों को करने के लिए और प्रभु का महिमा करने के लिए हमसे संभव हो रहा है तो परमेश्वर का आमीन बड़ा आश्चर्य कर्म को और बड़ा सामर्थ्य कार्यों को हम अपने जीवन में देख पाएंगे। ആ, അതുകൊണ്ട് ജീവിതത്തിലെ പ്രതിസന്ധികൾ വരുമ്പോൾ നാം ആ, കരയുവാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. മറിച്ച് നമുക്ക് എന്താണോ ഉള്ളത് അത് അതിനെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കുക. पर हमारे जीवन में जब मुश्किल आता है या विपरीत परिस्थिति आता है तो उसी के प्रति बैठकर रोने के लिए नहीं, परंतु परमेश्वर का नाम का स्तुति करना है और प्रभु उसमें से हमारे जीवन में क्या करवाना चाहता है उसी में हमें अपने आप को समर्पण करना है। അതെ, നമുക്ക് നമ്മുടെ കർത്താവായിട്ട് യേശു ഉള്ളത് കൊണ്ട് ഈ കർത്താവിനെ നാം സ്തുതിക്കുകയാണ് വേണ്ടത്. और हमारे पास हमारा परमेश्वर यीशु मसीह है, इसलिए हम परमेश्वर का स्तुति करना है। നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മുടെ സ്ഥിതിയെ കർത്താവ് മാറ്റിത്തരും. हम जब प्रभु की स्तुति करते हैं तो हमारी स्थिति को परमेश्वर बदल देता है। നമുക്ക് ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ആർ പ്രതികൂലം? यदि प्रभु हमारा साथ है तो कौन हमारा विरोधी बन सकता है। നമ്മുടെ സകല ആവശ്യങ്ങൾ നിറവേറ്റുവാൻ തക്കവണ്ണം യേശുവിന് കഴിയും. हमारी सारी आवश्यकताओं को बदलने के लिए वो यीशु मसीह से संभव है। നാം ഇങ്ങനെ വചനത്തിൽ വായിക്കുന്ന മുമ്പേ ദൈവരാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി സകലവും നിങ്ങൾക്ക് ലഭിക്കുമെന്ന്. और वचन में हम इस प्रकार से पढ़ते हैं कि पहले तुम परमेश्वर के राज्य और धर्म की खोज कर ले, उसके पश्चात तुम्हें सब कुछ उपलब्ध कराया जाएगा।
ആ, ദൈവത്തിന്റെ മറ്റൊരു പേരാണല്ലോ യഹോവ ജൈറ. और परमेश्वर का एक दूसरा नाम वचन में हम देखते हैं, वो है यहोवा ईरे। യഹോവ ഇരെ എന്ന് പറയുമ്പോൾ ദൈവം നമുക്ക് വേണ്ടിയും ആം, അതെ കരുതിയിട്ടുണ്ട്, നമുക്ക് എല്ലാ കാര്യങ്ങളും ദൈവം നൽകും എന്നാണ്. और यहोवा ईरे के बारे में जब बताया जाता है, उसका अर्थ है कि परमेश्वर हमारे लिए प्रबंध करने वाला परमेश्वर है। നമുക്ക് ധനം തരുവാൻ ഈ ദൈവത്തിന് കഴിയും. हमारे आमीन परिस्थितियों में हाथ देने के लिए ये प्रभु से संभव है। നമുക്ക് ക്ഷമ തരുവാൻ കർത്താവ് തയ്യാറാണ്. हमारे परिस्थितियों में हमें क्षमा दिलाने में, हमें धीरज धराने में ये प्रभु से संभव है। പ്രാർത്ഥിക്കുന്നതിനുള്ളതായ ശക്തി തരും. और प्रार्थना करने का जो सामर्थ्य वो परमेश्वर हमें देता है। നമുക്ക് ദൈവത്തിന്റെ കൃപയും ഉണ്ട്. हम परमेश्वर का अनुग्रह के साथ, നമ്മുടെ ബില്ലുകൾ അടച്ചു തീർക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കും. और प्रभु हमारे सारे कर्जों को चुकाने के लिए प्रभु हमारी मदद करता है। നമ്മുടെ प्रश्नത്തിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി നാം ദൈവത്തോട് സഹകരിക്കേണ്ടിയിരിക്കുന്നു. हमारे मुश्किल परिस्थितियों का और हमारे सवालों का हमें एक 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 हल लाने के लिए हम प्रभु के साथ सहमति होकर हमें यात्रा करना जरूरी है। പ്രവാചകൻ ഈ വിധവയായ സ്ത്രീയോട് പറഞ്ഞത് കുറെ അധികം പാത്രങ്ങൾ പോയി കൊണ്ടുവരാനാണ് പറഞ്ഞത്. या इस भविष्यवक्ता ने इस विधवा स्त्री से इस प्रकार से कहा कि तू जाकर आसपास से बहुत सारे बर्तनों को लेकर आ जाए। അവളെ സമ്പന്നയാക്കുവാൻ തക്കവണ്ണം ധാരാളം അത് എണ്ണ അവൾക്ക് പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം ഈ ഒരു ആക്ഷൻ അവളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. और उसे धनी बनाने के लिए और बहुत सारे तेल इकट्ठा कराने के लिए इस प्रकार का एक कार्य इस विधवा स्त्री से हमें उम्मीद किया जा रहा था। കല്യാണ വീട്ടിൽ അവിടെ വീഞ്ഞിന് ക്ഷാമം ഉണ്ടായപ്പോൾ യേശു അവിടെ നിന്ന് ആൾക്കാരോട് പറഞ്ഞത് കൽപാത്രങ്ങൾ വൃത്തിയാക്കി അതിൽ വെള്ളം നിറയ്ക്കുവാനാണ്. जब हम देखते हैं कान्हा के विधवा विवाह के घर में हमें जब दाखरस खत्म हो जाता है, तो यीशु मसीह वहां खड़े हुए सेवकों से ये आज्ञा देता है कि बाहर पड़े हुए जो मिट्टी के घड़े हैं उसी में पानी भर देना है। രക്തസ്രാവക്കാരിയായ സ്ത്രീ മിണ്ടാതെ അങ്ങനെ നിന്നാൽ അവൾക്ക് സൗഖ്യം ഉണ്ടാകത്തില്ല. അവൾ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊടേണ്ടത് ആവശ്യമായിരുന്നു. और उस लहू बहने वाली स्त्री के संदर्भ में हम देखें तो वो यदि वहां शांत बैठी रही तो शायद उसे चंगाई नहीं मिलता, परंतु उसे जाकर यीशु मसीह के उस वस्त्र के छोर को छूना जरूरी था। 5000 പേരെ അത്ഭുതകരമായിട്ട് യേശു അവരെ പോഷിപ്പിച്ചതായ ഒരു സംഭവം തിരുവചനത്തിൽ നാം വായിക്കുന്നു. आप 5,000 लोगों को बड़े अद्भुत रीति से उन्हें खाना खिलाने वाला एक बात को हम वचन में पढ़ते हैं। അതിന് ആധാരമായി തീർന്നത് ബാലന്റെ കയ്യിലുണ്ടായിരുന്നതായ 5 അപ്പവും 2 മീനുമായിരുന്നു. उसी उसी बड़े आश्चर्य कार्य करने के लिए सहायता आमीन एक बालक का हाथ में 5 रोटी और 2 मछली जो आमीन रही थी उसी के कारणवश हुआ। അതുകൊണ്ട് നമുക്ക് എന്താണോ ഉള്ളത് അതിനെ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിച്ചു തരും. इसलिए हमारे पास क्या है उसी को परमेश्वर आशीषित और अनुग्रह करके हमारे हाथ में देता है। വിവിധ ആവശ്യങ്ങളുടെ മധ്യേ നാം ഭാരപ്പെട്ടിരിക്കുകയാണ് എങ്കിൽ ഇപ്പോൾ തന്നെ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുക. आप यदि आपके जीवन में बहुत सारे आवश्यकताओं के मध्य में बड़े दुख और संकट में पड़े हुए हैं, तो आज ही परमेश्वर की स्तुति करना आप शुरुआत करें। സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകർന്നു തരും എന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നു. वचन हमें ये बात को याद दिलाता है कि परमेश्वर ने ये बात का वायदा हमें दिया है कि सारे प्राणी के ऊपर मैं अपनी आत्मा को उंडेलूंगा। ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു പറഞ്ഞു, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ.
वो पर्व के आखिरी दिन में यीशु मसीह खड़ा होकर इस प्रकार से सभी लोगों से कहने लगा, जो लोग प्यासे हैं वो मेरे पास आए, मैं उन्हें पानी दूंगा। ഈ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് അടങ്ങാത്ത തീവ്രമായ ആഗ്രഹം ആവശ്യമായിരിക്കുന്നു. ये पवित्र आत्मा से भरे रहने के लिए हमारे अंदर कभी ना बूझने वाला, कभी ना खत्म होने वाला एक प्यास हमारे अंदर जाग उठना है। കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ച് യേശു പറഞ്ഞത്. और परमेश्वर में विश्वास करने वाले लोगों के जीवन में जो आत्मा प्राप्त करने की बात है, उसी के विषय में यीशु मसीह ने ये कहा था। അതുകൊണ്ട് നമ്മുടെ ശൂന്യതകളെ നികത്തുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. और इसीलिए हमारी शून्यता को हटाने के लिए हम पवित्र आत्मा के वो भरपूरी के लिए प्रार्थना करेंगे और उसी का इच्छा हम अपने जीवन में करेंगे। അത് നമ്മുടെ ആ, എല്ലാ അനുഗ്രഹത്തിന്റെയും ഉറവ എന്ന് പറയുന്നത് കർത്താവാണ്. ये बात को याद रखना है कि हमारे सारी आशीषों का जो हमें स्रोत है, वो संसाधन वो परमेश्वर की ओर से हैं। അതുകൊണ്ട് ആ, നമുക്ക് ശക്തി ലഭിക്കുവാനും ഒരു ആം, കുറ്റമറ്റ ജീവിതം, ശുദ്ധ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം ഈ പരിശുദ്ധാത്മാവിനെ നാം ആഗ്രഹിക്കണം. इसीलिए हमारे जीवन में सामर्थ्य प्राप्त करने के लिए और एक निर्दोष जीवन को जी जी कर आगे बढ़ाने के लिए हमें ये पवित्र आत्मा को प्राप्त करना है और उसी के लिए हमें इच्छा करना है। പലവിധമായിട്ടുള്ളതായ ആവശ്യങ്ങളുടെ മധ്യേ നാം ആയിരിക്കുന്നു. हो सकता है कि आप बड़े आवश्यकताओं के बीच में आप पड़े हुए हो। ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു നന്മയും കുറവില്ല. परमेश्वर की ओर किसी भी प्रकार की भलाई की कमी नहीं है। സ്വർഗത്തിലെ കിളിവാതിലുകളെ തുറന്ന് നമ്മുടെ സകല ആവശ്യങ്ങളെ നിറവേറ്റി തരുവാൻ തക്കവണ്ണം ദൈവത്തിന് കഴിയും. और स्वर्ग की आकाश की खिड़कियों को खोलकर अपनी सारी आवश्यकताओं को पूरा कराने के लिए वो परमेश्वर से संभव है। അതുകൊണ്ട് ഇല്ലായ്മകളെ ഓർത്ത് ദുഃഖിക്കുകയല്ല വേണ്ടത്. ആ, നമ്മുടെ ദൈവത്തിന് നമ്മെ സഹായിക്കുവാൻ കഴിയും, അവൻ ശക്തനാണ്. അതിനെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കുക. इसलिए हमारी कमी या हमारे गति को याद करते हुए हमें दुख मनाने के लिए नहीं, परंतु प्रभु हमारे जीवन में सब कुछ पूरा कर सकता है, उस परमेश्वर को याद करते हुए उसी का धन्यवाद और स्तुति करते रहना है। ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് തീവ്രമായ ദുഃഖത്തിന് കാരണം തൻ്റെ കുഞ്ഞുങ്ങളെ അത് കടക്കാര് അടിമകളായിട്ട് പിടിച്ചുകൊണ്ടുപോകാൻ പോകുന്നു എന്നുള്ളത് ഓർക്കുമ്പോഴായിരുന്നു. ये स्त्री के संबंधित देखा जाए, इस विधवा को आमीन सबसे बड़ा दुख का कारण उसका यह था कि उसके बच्चों को आमीन दास बनाने के लिए कर्ज देने वाले लोग ले जाने के लिए आए हुए हैं। ഒരു മാതാവിന്റെ തീവ്രമായ ദുഃഖം നമുക്കിവിടെ കാണുവാൻ കഴിയും. एक माँ का एक आमीन बड़ा संकट और वेदना को यहाँ पर हम देख पाते हैं। ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നതായ ഓരോരുത്തരുടെയും മക്കളെ ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നു. ये वचन सुनने वाले आप में से एक एक के बच्चों को प्रभु आशीष देने जा रहा है അവർക്ക് വേണ്ടി കരുതുന്നതായ ഒരു ദൈവമാണ് നമുക്കുള്ളത്. और उनके लिए प्रबंध करने वाला एक परमेश्वर हमारा स्वर्ग में है। ഈ ദൈവം നമ്മുടെ സകല ആവശ്യങ്ങളെയും കരുതുന്നതായ ദൈവമാണ്. ये प्रभु जो है हमारी सारी आवश्यकताओं के लिए प्रबंध करने वाला परमेश्वर है। ഇന്ന് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ ആ ദുഃഖം, ആ പ്രയാസം, ആ രോഗം എന്ത് തന്നെയായിരുന്നാലും, ആ സാമ്പത്തികമായിട്ടുള്ളത് ആവശ്യം എന്ത് തന്നെയായിരുന്നാലും അതും കർത്താവ് നിറവേറ്റിത്തരും. आज हम जो भी प्रकार की दुख और दर्द और आमीन हो सकता है कि आमीन जो 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 आर्थिक आवश्यकताएं जितना भी क्यों ना हो, उन सब को पूरा कर देने के लिए वो परमेश्वर से संभव है और वो हमारे लिए सब कुछ पूरा कर देगा। അത് ഒന്ന് മുന്നോട്ട് പോകുന്നതിന് ഒരു വഴിയും കാണുന്നില്ല എന്ന് ചിന്തിക്കുകയാണെങ്കിൽ, അല്ല, ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ വഴിയെ തുറന്നു തരുവാൻ കഴിയും.
और आप आगे बढ़ने के लिए आपके पास कोई भी प्रकार का आमीन चारा ना हो, रास्ता ना हो, ऐसे आप सोचकर दुखी हो रहे हैं, तो आमीन परमेश्वर के लिए सब कुछ संभव है। वो आपके लिए रास्ता तैयार कर कर देगा। ഇവിടെ തീവ്രമായ ദുഃഖത്തിലായിരുന്നതായ പ്രവാചക ശിഷ്യന്റെ ആ, ഭാര്യയെ വിധവയെ അത്ഭുതകരമായിട്ട് പ്രവാചകൻ അത് ദൈവത്തിന്റെ ഒരു പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ കാണുവാൻ കഴിഞ്ഞുവെങ്കിൽ അതേ ദൈവം നമ്മുടെയും അവസ്ഥകളെ മാറ്റുവാൻ തക്കവണ്ണം അവൻ തയ്യാറാണ്. यहाँ पर बड़े संकट में पड़े हुए आमीन वो भविष्यवक्ता के चेलों की पत्नी के साथ यदि परमेश्वर और प्रभु के दास इस प्रकार से उनके जीवन में बड़ा आशीष और बदलाहट को ला सकता है, तो हमारे भी जीवन में परमेश्वर ऐसे कार्यों को कर सकता है। വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഗോഡ് ഈസ് നോട്ട് എ റെസ്പെക്ടർ ഓഫ് പേഴ്സൺസ്, ദൈവത്തിന് വിവേചനമില്ല എന്ന്. और वचन में हम इस प्रकार से पढ़ते हैं कि परमेश्वर जो है आमीन पक्षपात करने वाला परमेश्वर नहीं है। ഇവിടെ തീവ്രമായ ദുഃഖത്തിലായിരുന്നതായ ഈ പ്രവാചക ശിഷ്യന്റെ ഭാര്യയെ ദൈവം അത്ഭുതകരമായിട്ട് സഹായിച്ചുവെങ്കിൽ ഈ ദൈവം നിങ്ങളുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ കൊണ്ടുവരുവാൻ പോകുന്നു. यहाँ पर अति तीव्र रीति से संकट अनुभव किए हुए आमीन भविष्यवक्ता के चेलों की पत्नी के साथ यदि परमेश्वर ऐसा अद्भुत कार्य कर सकता है, तो आपके भी जीवन में परमेश्वर कर सकता है। നമ്മുടെ ജീവിതത്തിന്റെ സകല മേഖലകളും നമുക്ക് കർത്താവിനായിട്ട് തുറന്നു കൊടുക്കാം, സമർപ്പിക്കാം. हमारे जीवन के हर एक क्षेत्र में हम परमेश्वर को प्रवेश करने की अनुमति देंगे और अपने जीवन को समर्पण करेंगे। അങ്ങനെയാണെങ്കിൽ ദൈവം നിശ്ചയമായിട്ടും തന്റെ ക്രിസ്തു നമ്മിൽ വസിക്കുവാൻ പോകുന്നു. और ऐसा है तो निश्चित रीति से वो मसीह हमारे अंदर कार्य करने पाएगा। ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തുവിലുള്ളതായ ജീവിതമാണ്. मसीह जीवन जो है मसीह में आश्रित एक जीवन है। ക്രിസ്തു നമ്മിൽ വസിച്ചുകൊണ്ട് നമ്മെ നമ്മുടെ വിജയാളികളായിട്ട് നടത്തുന്നതായ ഒരു അനുഭവം. मसीह हम में वास करते हुए हमें जयवंत रीति से जयवंत अनुभव में ले चलने वाला एक अनुभव है ये। നാം ലജ്ജിച്ചു പോകുകയില്ല. हम कभी भी लज्जित नहीं होने पाएंगे। എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് യേശു ഉറപ്പ് തന്നു. यीशु मसीह ने ये बात का वायदा हमें दिया है कि मैं हर समय तुम्हारा साथ रहने वाला परमेश्वर हूँ। ആത്മാവായിട്ട് യേശു മരിച്ചുയർത്തതിന് യേശു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. आत्मा में अमीन अमीन जो मरकर जी उठा हुआ परमेश्वर जो है वो आज हमारे साथ वास करता है। അതുകൊണ്ട് വിശ്വാസത്താൽ ഈ യേശുവിനെ നമുക്ക് ഹൃദയങ്ങളിൽ സ്വീകരിക്കാം. और इसलिए विश्वास के साथ ये यीशु मसीह को हम अपने हृदय में स्वीकार करेंगे। യേശു ഉള്ളതായ ഒരു വ്യക്തി ഒരു നാളും ഒരു പരാജയമല്ല. यीशु पाया हुआ एक भी व्यक्ति कभी भी किसी भी वक्त में वो पराजित नहीं है। നമ്മുടെ ദുഃഖം സന്തോഷമായി മാറും. हमारा दुख जो है वो आनंद में बदल जाएगा। നമ്മുടെ വിലാപം നൃത്തമായി തീരും. हमारा जो विलाप है उसे नृत्य में प्रभु बदल देगा। അത് നമ്മൾ ദരിദ്രരല്ല, നമ്മൾ സമ്പന്നരാണ്. കാരണം നമുക്ക് ക്രിസ്തുവിൽ വലിയ പ്രത്യാശയാണുള്ളത്. हम दरिद्र नहीं है, हम मसीह में संपन्न लोग पाए जाते हैं क्योंकि हमारी आशा मसीह में है। അതുകൊണ്ട് ആ ദാരിദ്ര്യത്തിൻ്റെതായ ആ ചിന്താഗതി നമ്മിൽ നിന്നും മാറട്ടെ. इसलिए वो दरिद्रता या कंगालपन का जो सोच और मानसिकता है वो हमारे अंदर से दूर होने दे। നാം ക്രിസ്തുവിൽ സമ്പന്നരത്രേ. हम मसीह में अमीन हम संपन्नता में पाए जाने वाले लोग हैं। ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. इन वचनों के द्वारा प्रभु आप सभी को बहुत आयत से आशीष देने पाए। आमीन।